എന്നറിയപ്പെടുന്ന കരസേനാ വിഭാഗത്തിൽ 2008 യൂണിറ്റ് 95 റെജിമെന്റ് ആർട്ടിലറി സെന്റർ ഹൈദരാബാദിൽ നിന്നും പരിശീലനം പൂർത്തീകരിച്ചു. 2008 തുടങ്ങി 2024 കാലഘട്ടങ്ങളിൽ സൈനിക കേന്ദ്രങ്ങളിൽ നീണ്ട 16 വർഷത്തെ പ്രിയമുള്ളവരെ സുഹൃത്തുക്കളെ, അപ്പോൾ നമ്മുടെ രാജ്യത്തിന് വേണ്ടി തൻ്റെ യൗവനം സമർപ്പിച്ച് 16 വർഷത്തെ സൈനിക സേവനത്തിന് ശേഷം ജന്മനാട്ടിൽ തിരിച്ചെത്തിയ രാജേഷ് സാറിന് ജന്മനാടിൻ്റെ ആദരം NFC ക്ലബ്ബും മലപ്പുറം സൈനിക കൂട്ടായ്മയും മറ്റും സാംസ്കാരിക സംഘടനകളും സംയുക്തമായി ഘോഷയാത്രയും ജനകീയ സ്വീകരണവും ബനംപറമ്പിൽ വെച്ച് പാലത്തിങ്ങിൽ വെച്ച് നടന്നു. മേലാറ്റൂരിൽ 10 മണിക്ക് ട്രെയിൻ വന്നിറങ്ങിയ അദ്ദേഹത്തെ സ്വീകരിക്കാൻ മേലാറ്റൂർ പോലീസും അതുപോലെ തന്നെ ബന്ധുക്കളും നാട്ടുകാരും ഒക്കെ വലിയ ഒരു സ്വീകരണമാണ് നൽകിയത്. ഒരുപക്ഷെ കരുവാരകുണ്ടിൽ ഇത്ര വലിയൊരു സ്വീകരണം ഒരു പക്ഷേ ആദ്യമായിട്ടായിരിക്കാം ഒരു സൈനികന്, റിട്ടയർമെൻ്റ് ആയിട്ടൊരു സൈനികൻ ഇങ്ങനെ ഒരു സ്വീകരണം നൽകുന്നത്. ഏതായാലും ആ വീഡിയോ ചടങ്ങ് ഞാൻ നിങ്ങളുമായി പങ്കുവെക്കുകയാണ്. ഇതിൽ സ്റ്റേജ് പ്രോഗ്രാം ഉണ്ടായിരുന്നു പാലത്തിങ്ങിൽ വെച്ച്. അത് നമ്മുടെ പഞ്ചായത്ത് വൈസ് പ്രസിഡൻറ്റ്, അതുപോലെ തന്നെ മെമ്പർമാർ, നാട്ടുകാർ, വിവിധ രാഷ്ട്രീയ പ്രതിനിധികൾ, അമ്പല കമ്മിറ്റി, അതുപോലെ ചർച്ച് കമ്മിറ്റി, അങ്ങനെ ഒരുപാട് ആളുകളൊക്കെ കൂടിയിട്ട് നല്ലൊരു സ്വീകരണം. ഏതായാലും നമുക്ക് ആ വീഡിയോ ചടങ്ങിലേക്ക്, ആ ചടങ്ങിൽ എല്ലാവരും ആശംസകൾ പറഞ്ഞിട്ടുണ്ട്. അതൊന്നും ഞാനിതിൽ ആഡ് ചെയ്യുന്നില്ല. തിരിച്ച് അദ്ദേഹത്തിൻ്റെ ഒരു മറുപടി പ്രസംഗമുണ്ട്, അത് നമുക്കിതിലൊന്ന് കേൾക്കാം. അത് മാത്രമേ ഞാൻ ആഡ് ചെയ്യുന്നുള്ളൂ. ഏതായാലും നമുക്ക് ആ വീഡിയോ ചടങ്ങിലേക്ക്. അതെ, കുറേയൊന്നും നമ്മളെ ആൾക്കാരല്ല. പുരസ്സരം അഭിവാദ്യം ചെയ്ത് നെഞ്ചോടടുപ്പിക്കുന്നു. അവർക്ക് ജന്മനാട് നൽകുന്ന ഊഷ്മളമായ സ്വീകരണം. ജന്മനാട് സ്വീകരണ ഘോഷയാത്രയാണ്. ജന്മനാട്ടിലേക്ക് തിരിച്ചെത്തുകയാണ് പ്രിയപ്പെട്ട നമ്മുടെ ഹവിൽദാർ രാജേഷ് അവരുടെ. ആശീർവദിക്കണം, അനുഗ്രഹിക്കണം, അനുമോദനത്തിന്റെ മനോഹരമായ 16 വർഷങ്ങളുടെ രാജ്യസേവനത്തിൽ ഒഴിഞ്ഞുവെച്ച
നിങ്ങളിടയിൽ വിദ്യാഭ്യാസം കഴിഞ്ഞ് ഇവിടെ തന്നെ കൂലിപ്പണിയൊക്കെ എടുത്ത് നടന്ന എൻ്റെ ആർക്കും അങ്ങനെ 16 വർഷം കൊണ്ട് മറക്കാൻ പറ്റിയില്ല എന്നുള്ളതാണ്. എനിക്ക് 16 വർഷത്തെ സൈനിക ജീവിതത്തിലെ ഓരോ കഷ്ടപ്പാടും ഒരു നിമിഷം കൊണ്ട് സ്റ്റേഷനിൽ വന്നിറങ്ങിയപ്പോൾ ഓരോ ഞാൻ അനുഭവിച്ച 16 വർഷം അനുഭവിച്ച ആ തെറയിൽ നമ്മൾ അനുഭവിച്ച എല്ലാ കഷ്ടപ്പാടും പട്ടാളത്തിന്റെ കഷ്ടപ്പാടും ഒരു നിമിഷം കൊണ്ട് എനിക്കതില്ലാതായി അത് മറക്കാൻ എൻ്റെ പ്രിയങ്കരനായ എൻ്റെ സ്നേഹം നിറഞ്ഞ എൻ്റെ നാട്ടുകാർക്ക് സാധിച്ചു എന്നുള്ളതാണ്. വളരെ ഇതുപോലെ ഒരു സ്വീകരണം എൻ്റെ ജീവിതത്തിൽ ഇനി ഉണ്ടാകാൻ പോകുന്നില്ല. ഞാൻ 16 വർഷത്തിൽ സൈനിക ജീവിതത്തിൽ നേടിയ പ്രമോഷനേക്കാളും അവാർഡുകളെക്കാളും ഒക്കെ എനിക്ക് എൻ്റെ ഈ കൊച്ചു ഗ്രാമത്തിലെ എൻ്റെ പ്രിയങ്കര ജനങ്ങൾ, എനിക്ക് എൻ്റെ സ്വന്തം അച്ഛനും അമ്മയും ഏട്ടനും അനിയന്മാരൊക്കെ ഉൾപ്പെടുന്ന ഈ നാട്ടുകാരെ തന്ന ഈ സ്നേഹം മലപ്പുറം സൈനിക കൂട്ടായ്മയോട് കൂടിച്ചേർന്ന് എനിക്ക് വളരെ വളരെ എൻ്റെ ജീവിതത്തിലെ അസുലഭ നിമിഷമാക്കി മാറ്റിയ ഈ നിമിഷം എൻ്റെ ജീവിതത്തിൽ എന്നും എന്നും എനിക്ക് മരിക്കോളും അതുപോലെ എൻ്റെ അടുത്ത തലമുറയ്ക്കൊക്കെ ഒരു പ്രചോദനമായിട്ടുള്ള ഒരു ഓർമ്മയായിട്ടുള്ള ഒരു സംഭവമായിരിക്കും. 15 വർഷം എനിക്ക് നാട്ടിൽ നിന്ന് വിട്ടു നിൽക്കേണ്ടി വന്നാലും പല പരിപാടികളൊക്കെ എനിക്ക് മിസ്സായിട്ടുണ്ട്. പല ഉത്സവങ്ങളും പല കല്യാണങ്ങളും പല സംഭവങ്ങളൊക്കെ എനിക്ക് മിസ്സായിട്ടുണ്ട്. അതിനൊക്കെ ഒരൊറ്റ ഒരു ഉത്സവമാക്കി എനിക്ക് തിരിച്ചു തന്ന എൻ്റെ നാട്ടുകാരോട് എത്ര നന്ദി പറഞ്ഞാലും മതിയാവില്ല. ഇതിന് NFCയോട് കൂടെ നിന്ന് മലപ്പുറം സൈനിക കൂട്ടായ്മയും അവരുടെ ജോലി തിരക്കി ലീവിലൊക്കെ വന്നു കഴിഞ്ഞാൽ നമുക്കറിയുന്ന കാര്യമാണ്. പിന്നെ ഒരു നിമിഷം നമുക്ക് ഒരു മണിക്കൂർ പോലും നമുക്ക് വേസ്റ്റാക്കാൻ തോന്നില്ല. കാരണം അവിടെ ചെന്ന് കഴിഞ്ഞാൽ പിന്നെ ഈ ഡ്യൂട്ടി പിന്നെ ലീവ് കിട്ടുന്നവരുള്ള ഒരു സമയമാണ്. അതിൽ MSKയിലെ എൻ്റെ പ്രിയപ്പെട്ട MSKയിലെ സൈനികർ നമ്മുടെ നാട്ടുകാരനൊക്കെയായ ഷൈജു, ദുർഗാദാസ്, അതുപോലെ തന്നെ ജഫീർ സാർ മേലാറ്റൂർ, ജഫീർ സാറൊക്കെ ഇവിടെ ക്യാമ്പ് ചെയ്ത് നിൽക്കാമെന്നുള്ളതാണ് ഞാൻ അറിഞ്ഞത്. അതുപോലെ തന്നെ സന്തോഷ് സാറ്, ശ്രീകുമാർ സാറ്, അതിൻ്റെ പിന്നിൽ ഞാൻ കാണാത്ത നമ്മുടെ നാട്ടിൽ വരാതെ പിന്നിൽ നിന്നതിന് അഹോരാത്രം പ്രവർത്തിച്ച സൈനിക കൂട്ടായ്മയിലെ തല എൻ്റെ സീനിയർ സാറുമാരും അതുപോലെ തന്നെ എൻ്റെ സഹപ്രവർത്തകരും എൻ്റെ അനിയന്മാരൊക്കെ MSKയിലുള്ള എൻ്റെ എല്ലാ അനിയന്മാരും ഇതിൻ്റെ കൂടെ നിന്ന് അവർ ഷെയർ ചെയ്തിട്ടുണ്ട്. നമ്മുടെ പല സൈനികരുടെയൊക്കെ സ്റ്റാറ്റസ് കണ്ടിട്ട് എന്നെ പല യൂണിറ്റിൽ നിന്നും വിളിച്ചു, പല ആൾക്കാർ വിളിച്ചു, പല ഹിന്ദി നോർത്ത് ഇന്ത്യൻ പട്ടാളക്കാരൊക്കെ എന്നെ വിളിച്ചു അന്വേഷിക്കണ്ടായി. എന്ത് സൗഹൃദമായ നാടാണ് നമ്മുടെ നാട്. NFC എന്ന് പറയുന്ന ഈ നാട്, NFC കൂടെ നമ്മുടെ ക്ലബിൻ്റെ കൂടെ ആണെങ്കിൽ പോലും അതിൻ്റെ കൂടെ ഒരുപാട് ഇവിടുത്തെ മറ്റ് സംഘടനകളൊക്കെ അതിൻ്റെ ഒപ്പമുണ്ട്. അത് പേരെടുത്ത് പറയാത്തതുകൊണ്ടാണ്. എല്ലാ ജാതി മത രാഷ്ട്രീയ ഭേദമന്യേ എല്ലാവരും NFC ക്ലബിൻ്റെ കീഴിൽ അണിനിരന്നുകൊണ്ട് ഇതുപോലെ ചെയ്യുകയുണ്ടായി. ഇത്രയും രാജ്യസ്നേഹികളായ ഒരു നാട് എനിക്ക് ജനിക്കാൻ കഴിഞ്ഞത് എന്തോ ഒരു മുജന്മ പുണ്യവും ഈശ്വരകൃപയായിട്ടാണ് ഞാൻ കാണുന്നത്. അതുപോലെ തന്നെ ഞാൻ മേലാറ്റൂരിൽ നിന്ന് ഇവിടെ വരുന്നത് വരെ കൊച്ചു മക്കൾക്കൊക്കെ ഭയങ്കര നല്ലൊരു സന്തോഷം, അവർക്കൊക്കെ രാജ്യത്തോട് ഒരു സ്നേഹമൊക്കെ ഉള്ള ഒരു പട്ടാളക്കാരുടെ കാണുന്ന എല്ലാ ബഹുമാനമൊക്കെ കാണാൻ പറ്റി. ഈ പരിപാടിയിലൂടെ നമുക്ക് നേടിയെടുക്കാൻ കഴിഞ്ഞതും ഇതൊക്കെ തന്നെയാണ്. ഇതൊരു ചെറിയ 1 വർഷത്തെയോ 2 വർഷത്തേക്കുള്ള ഒരു സംഭവമല്ല. നമ്മുടെ കൂട്ടായ്മയും നമ്മുടെ നാട്ടുകാരും നമുക്ക് ചെയ്തു വെച്ചത്. ഓരോ കുഞ്ഞു മനസ്സുകളിലും ഓരോ കുഞ്ഞു മക്കളിലും ഒക്കെ അവരുടെ നാട്ടിലൊരു പട്ടാളക്കാരന് കിട്ടുന്ന വരവേൽപ്പ്, ഓരോ പട്ടാളക്കാരന് കിട്ടുന്ന സ്നേഹമൊക്കെ അവരുടെ കുഞ്ഞു മനസ്സുകളിൽ നിറഞ്ഞു നിൽക്കുക.
അവർക്ക് അവരുടെ ജീവിത അവസാനം വരെ അത് അവർക്ക് ഓർമ്മയും അവർക്ക് പട്ടാളത്തിനോടുള്ള ആ സ്നേഹവും ബഹുമാനവും ഒക്കെ അതിൻ്റെ കൂടെ ഉണ്ടാവും. അപ്പൊ അത് നമ്മൾ ഈ ചെയ്ത കാര്യം 1 വർഷത്തേക്കോ 2 വർഷത്തേക്കോ ഒന്നുമല്ല, ഒരു ജന്മം മുഴുവൻ നമുക്ക് അഭിമാനിക്കാവുന്ന അല്ലെങ്കിൽ കുഞ്ഞുമക്കൾക്ക് ഒരു പ്രചോദനമാവുന്ന രീതിയിലാണ് ഇത് സമ്പാദിച്ചത്. എൻ്റെ സഹകരണവും സ്നേഹവും ഒക്കെ ഞാൻ നിങ്ങളോടൊപ്പം ഉണ്ട് എന്നാണ് പ്രാർത്ഥിക്കുന്നത്. പിന്നെ ഇതിനോടൊപ്പം തന്നെ എനിക്ക് പറയാനുള്ളത്, നമ്മുടെ മേലാറ്റൂർ സ്റ്റേഷൻ മുതൽ ഒരു ലാഭേച്ഛയും കൂടാതെ നമ്മുടെ കരുവാരക്കുണ്ടിലെ ഒരു സംഘടനാ മികവ് കൊണ്ട് നമ്മളെ ഏറെ അമ്പരിപ്പിച്ച ആൾക്കാരാണ് ട്രോമ കെയർ. ട്രോമ കെയർ ഒരു ലാഭേച്ഛയും കൂടാതെ എൻ്റെ കണ്ണിൻ്റെ മുന്നിലൂടെ ഓരോ വെയിലത്ത് കഷ്ടപ്പെട്ട് ഓരോ വാഹനത്തിനെയും അതിനെ നിയന്ത്രിച്ചുകൊണ്ട് അത് മുതൽ ഇതുവരെ അവസാനം വരെ എനിക്ക് വേണ്ടി തന്ന സപ്പോർട്ട് ജീവിതകാലം മുഴുവനും നമ്മളൊരു മറക്കാൻ പറ്റില്ല. ട്രോമ കെയറിൻ്റെ ഹൃദയത്തിൽ നിന്നും വളരെ സ്നേഹം നിറഞ്ഞ ഒരു നന്ദി അറിയിക്കുകയാണ്. അതുപോലെ തന്നെ നമ്മുടെ നാട്ടിൽ നിന്ന് കിട്ടുന്ന ഈ ബഹുമാനം എൻ്റെ ജീവിതത്തിൽ വളരെ സന്തോഷകരമായ ക്ലബും അതുപോലെ തന്നെ സൂര്യ പുന്നക്കാടും മൈത്രി പാരമ്പരപ്പൊക്കെ തന്ന സ്നേഹവും പാരമ്പര്യ ശ്രീകൃഷ്ണ ക്ഷേത്രത്തിലെ ഭാരവാഹികൾ തന്ന സ്വീകരണവും ഒക്കെ മനസ്സിൽ എന്നുണ്ടാവും. അപ്രതീക്ഷിതമായിട്ട് കണ്ടുമുട്ടിയ നബിദിന റാലിയിലെ എൻ്റെ പ്രിയപ്പെട്ട ഉസ്താദുമാര് അവിടെ ആ കുറഞ്ഞ നിമിഷം കൊണ്ട് അവരെനിക്ക് തന്ന സ്നേഹ സമ്മാനം, അതൊന്നൊക്കെ നമ്മുടെ നാടിൻ്റെ മാത്രം പ്രത്യേകതയായിട്ടാണ് എനിക്ക് തോന്നിയത്. അവർക്കൊക്കെ എൻ്റെ ഹൃദയത്തിൽ ഞാനൊരു പട്ടാളക്കാരനാണ് എന്നുള്ളതിൽ എനിക്ക് തന്ന ഈ സ്നേഹമൊക്കെ ജീവിതകാലം മുഴുവനും എനിക്ക് അവരോടൊപ്പം ഉണ്ടാകും.